ചതിയും വഞ്ചനയും മനുഷ്യ സഹജമാണ്. മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ ചതിയും വഞ്ചനയും തൻ്റെ കൂടപ്പിറപ്പായി തന്നോടൊപ്പം പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളും മതഗ്രന്ഥങ്ങളും നമ്മുടെ ജീവിത അനുഭവങ്ങളും ചതിയും വഞ്ചനയും ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങളാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വരുന്നതും ചതിയുടെയും വഞ്ചനയുടെയും ഒരു കഥയുമായിട്ടാണ്. ഈ ചതിയുടെ പ്രധാന കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, ഈ ചതിയിൽ പെട്ടത് പ്രായമേറിയ 2 വൃദ്ധ ദമ്പതികൾ ആണ് എന്നുള്ളതാണ് പ്രത്യേകത. 2004 ഏപ്രിൽ മാസം 17 നടന്ന വലിയൊരു അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു ചതി ഒരുങ്ങുന്നത് അല്ലെങ്കിൽ ഉളവായത് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. കാലവർഷമെത്തി, നല്ല മഴയും തണുപ്പും ഞങ്ങൾ ഹൈറേഞ്ചിൽ ഉണ്ട്. ഈ സമയത്താണ് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരാറായപ്പോൾ ഭാര്യ പറഞ്ഞു, കുട്ടികൾക്ക് എന്തെങ്കിലും പലഹാരം മേടിച്ചു കൊണ്ടുവരാൻ. അങ്ങനെ ഞാൻ തൊട്ടടുത്തുള്ള ഒരു കടയിൽ പോയി 4 ഏത്തക്കാവോളിയും വാങ്ങി വീട്ടിലെത്തി. അപ്പോഴേക്കും കുട്ടികൾ എത്തിയിരുന്നു. ഞങ്ങൾ ചായ ഉണ്ടാക്കി, ടിവിയും ഓണാക്കി, ഞങ്ങൾ 4 പേരും ആ ലഘുഭക്ഷണം ഏത്തക്കാവോളി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഏത്തക്കാവോളി പൊതിഞ്ഞുകൊണ്ടുവന്ന ആ പേപ്പർ അല്ലെങ്കിൽ പത്രകഷ്ണം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ പെട്ടെന്ന് ആ പേപ്പർ കഷ്ണത്തിലേക്ക് നോക്കിയപ്പോൾ നമുക്കെല്ലാം സുപരിചിതയായ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയാണ് ആ പത്രത്താളിൽ ഉണ്ടായിരുന്നത്. പെട്ടെന്ന് ആ പേപ്പർ എടുത്ത് ഞാൻ വായിക്കുവാൻ തുടങ്ങി. ടിവിയുടെ ശബ്ദം അല്പം കുറച്ചു. ശേഷം ഞാൻ വായിച്ച് അല്പം ഇപ്പോൾ പത്രം വായന അല്പം കുറവാണ്. സോഷ്യൽ മീഡിയയും TV ന്യൂസുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പത്രങ്ങൾ വായിക്കാറില്ല. എങ്കിലും ആ വായന, ആ പേജ് മുഴുവൻ എനിക്ക് വായിക്കുവാൻ എൻ്റെ മനസ്സിനെ പ്രേരിപ്പിച്ചു. കാരണം വലിയൊരു അപകടവും അതിനുശേഷം നടന്ന വലിയൊരു ചതിയുടെയും കഥയാണ്. ഈ ചതി നടന്നത് ആലപ്പുഴയിലെ ഒരു വൃദ്ധ ദമ്പതികൾക്കാണ്. അതിൻ്റെ ആദ്യ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന 2004 ഏപ്രിൽ മാസം 17 നടന്ന ഒരു വിമാന അപകടമാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. പ്രശസ്തയായ തെന്നിന്ത്യൻ നടി സൗന്ദര്യ അപകടത്തിൽ മരിച്ചു എന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്തകൾ നമ്മളെല്ലാവരും വായിച്ചതാണ്. ആ വാർത്ത നമ്മൾ മലയാളികൾ ആരും ഉൾക്കൊള്ളാൻ ആദ്യം മടിച്ചുവെങ്കിലും ആ സംഭവങ്ങൾ നമ്മളെ ഇപ്പോഴും ചിലപ്പോൾ ചില സിനിമകൾ കാണുമ്പോൾ ചിന്തിപ്പിക്കാറുണ്ട്. സൗന്ദര്യ എന്ന പെൺകുട്ടി സിനിമാ ഫീൽഡിൽ തിളങ്ങി നിൽക്കുമ്പോഴാണ് BJPക്ക് വേണ്ടി ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് ആന്ധ്രാപ്രദേശിലേക്ക് പോകുന്നത്. ആ യാത്രയിൽ തങ്ങൾ പോയിരുന്ന ആ ചെറുവിമാനം നിമിഷങ്ങൾക്കകം ആകാശത്ത് വെച്ച് തീഗോളമായി മാറുകയും ആ വിമാനത്തിൽ ഉണ്ടായിരുന്ന 4 പേർ വെന്തുമരിക്കുകയും ചെയ്തു. അങ്ങനെ സിനിമാ നടിയായ സൗന്ദര്യയുടെ മരണം സോഷ്യൽ മീഡിയയും പത്രമാധ്യമങ്ങളും TV ചാനലുകളും ഹൈലൈറ്റ് ആക്കി മാറ്റിയപ്പോൾ ഈ ചെറുവിമാനം ഓടിച്ച 28-കാരനായ ജോയി ഫിലിപ്പിനെ മാത്രം എല്ലാവരും മറന്നുപോയി. ആലപ്പുഴയിലുള്ള ചൂനക്കരയിൽ നോർത്ത് വില്ലയിലുള്ള ഈ 28-കാരനായിരുന്നു ആ ചെറുവിമാനം ഓടിച്ചത്. അങ്ങനെ ഈ 4 പേരടങ്ങുന്ന സംഘമാണ് ആ തീക്ക് ഇരയായി മാറുകയും മരണപ്പെടുകയും ചെയ്തത്. 2004 ഏപ്രിൽ മാസം 17 സൗന്ദര്യവും സംഘവും ആന്ധ്രാപ്രദേശിലേക്ക് പ്രചരണത്തിന് പോകുന്നത്. അപ്പോൾ അവർ തെരഞ്ഞെടുത്തിരിക്കുന്ന വിമാനം ഒരു ചെറുവിമാനമായിരുന്നു. സെസ്ന 180 എന്ന വിമാനം. ഇത് പറത്തുവാൻ വേണ്ടി തയ്യാറായ പൈലറ്റും റെഡിയായിരുന്നു. എന്നാൽ കൃത്യസമയത്ത് ആ വിമാനം ഓടിക്കുവാൻ തയ്യാറായ പൈലറ്റിന് അസൗകര്യമുണ്ടാകുകയും ആ സ്ഥാനത്തേക്ക് ഈ ആലപ്പുഴക്കാരനായ ജോയ് ഫിലിപ്പ് നിർബന്ധിതനായി വരികയുമായിരുന്നു. അങ്ങനെ ഏറെ പ്രതീക്ഷകളുമായി വിമാനവുമായി ആകാശത്തേക്ക് ഉയർന്ന ഈ 4 പേരും തീക്കിരിയായപ്പോൾ തന്റെ അച്ഛനായ ജോയ് ഉമ്മനും ശോശാമ ഉമ്മനും ഏറെ പ്രതീക്ഷകളായിരുന്നു ജീവിതത്തിൽ. തന്റെ മകന് വേണ്ടി വലിയൊരു പങ്കും തന്റെ സമ്പാദ്യത്തിന്റെ വലിയൊരു പങ്കും മാറ്റിവെച്ച് മകന്റെ ജീവിതം മെച്ചപ്പെടുവാൻ വേണ്ടി മാറ്റിവെച്ചുവെങ്കിലും ആ പ്രതീക്ഷകളെല്ലാം ആ തീകോളത്തിന് ഇരയായി മാറുകയായിരുന്നു. മകന്റെ വാർത്ത കേട്ട വാർദ്ധക്യത്തിലായിരിക്കുന്ന ശോശാമ ഉമ്മൻ പെട്ടെന്ന് തളർന്നു വീഴുകയും
പിന്നീട് ഇന്ന് വരെയും അർത്ഥപ്രാണനായി ഇന്നും കിടക്കയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുകയാണ്. ഇനിയാണ് കഥയുടെ പ്രധാന ഭാഗത്തേക്ക് വരുന്നത്, ചതിയുടെ പ്രധാന ഭാഗത്തേക്ക് വരുന്നത്. മകന്റെ മരണ വാർത്തയിൽ എല്ലാം തകർന്നുപോയ ശോശാമ ഉമ്മനും അതുപോലെ ജോയി ഉമ്മനും പല വിധത്തിലുള്ള ആശ്വാസവാക്കുകൾ ലഭിച്ചുവെങ്കിലും തന്റെ മോൻ സേവനം ചെയ്തുകൊണ്ടിരുന്ന വിമാന കമ്പനിയിൽ നിന്ന് യാതൊരു അനുശോചനങ്ങളും ആശ്വാസവാക്കുകളും ലഭിച്ചില്ല. ഒടുവിൽ വിമാന കമ്പനിയുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത്, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭിക്കുമെന്നുള്ള ആശ്വാസവാക്കുകൾ പറഞ്ഞ് ഈ വൃദ്ധനെ ഒഴിവാക്കുകയായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. പാപം, ആ വൃദ്ധൻ ഒരു പട്ടാളക്കാരനായിരുന്നുവെങ്കിലും വിമാന കമ്പനിക്കാരുടെ ആ വാക്ക് ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. അങ്ങനെ തന്റെ മോന് വേണ്ടി ഒരു ജീവിതത്തിലെ എല്ലാ സമ്പാദ്യവും മാറ്റിവെച്ചതായിരുന്നു. അവിടെ നിന്നെങ്കിലും ഒരു ചെറിയ സഹായം ലഭിക്കുമെന്ന് പ്രതീക്ഷയോടിരുന്നു. ദിവസങ്ങൾ നീണ്ടുപോയി. ആ വിമാന കമ്പനിയിൽ നിന്ന് യാതൊരു പ്രതികരണവും ഇല്ലാതെ വന്നപ്പോൾ താൻ വീണ്ടും അവരെ അന്വേഷിക്കുകയും ഒടുവിൽ അവിടെ നിന്ന് യാതൊരു പ്രതീക്ഷയുമില്ലാത്ത വാക്കുകൾ തനിക്ക് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഈ പട്ടാളക്കാരൻ കേസുമായി മുൻപോട്ട് പോകുവാൻ തീരുമാനിച്ചു. അങ്ങനെ ബാംഗ്ലൂരിലുള്ള ഒരു വക്കീൽ സംഘവുമായി കാണുകയും അവർ കേസ് ഏറ്റെടുക്കുകയും ചെയ്തു. അവർ അപ്പോഴും ഈ വൃദ്ധനായ മനുഷ്യനോട് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ആവശ്യമാകുന്ന നിങ്ങൾക്ക് ലഭിക്കേണ്ട പരിഗണന, ലഭിക്കേണ്ട ആ നഷ്ടപരിഹാരം ലഭിക്കുമെന്ന് പറയുകയും കേസുമായി മുൻപോട്ട് പോകുവാനും തീരുമാനിച്ചു. അങ്ങനെ കേസ് ഓരോ ഘട്ടങ്ങളിൽ വിളിക്കുമ്പോൾ ഈ വൃദ്ധൻ കേസിന് വേണ്ടി ബാംഗ്ലൂരിലെത്തുകയും അവിടെ കോടതിയിൽ ചെന്ന് കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ നീണ്ടുപോയി. വക്കീലുമാരുടെ വാക്കുകൾക്ക് അദ്ദേഹം ആത്മാർത്ഥമായി വില കൊടുത്തു. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം ആ കേസിനെ കുറിച്ച് യാതൊരു ചർച്ചയും യാതൊരു വിവരവുമില്ലാതെ വന്നപ്പോൾ വക്കീലുമാരെ വിളിച്ചപ്പോൾ അവർ പറയുന്നു, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, കാലതാമസമെടുക്കും, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, അർഹമാകുന്ന നഷ്ടപരിഹാരം നിങ്ങൾക്ക് ലഭിക്കുമെന്നും പറഞ്ഞു. ആ വാക്ക് വീണ്ടും അദ്ദേഹം വിശ്വസിച്ചുകൊണ്ടിരുന്നു. പിന്നെയും കാലങ്ങൾ നീണ്ടുപോയി. ആ വക്കീലുമാരുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണവുമില്ലാതെ വന്നപ്പോൾ ഒരു ദിവസം തനിക്ക് ആ വാർത്ത കേൾക്കുവാനിടയായി. എന്താണ്? കോടതിയിൽ നിന്ന് വിധി വന്നിരിക്കുന്നു. തന്റെ മകന്റെ മരണത്തിൽ അർഹമാകുന്ന നഷ്ടപരിഹാരം കമ്പനി നൽകുവാൻ പോകുന്നു. അത് കേട്ടപ്പോൾ മനസ്സുകൊണ്ട് അല്പം സന്തോഷിച്ചെങ്കിലും ആ വാർത്തയുമായി മുൻപോട്ട് ഇറങ്ങിച്ചെന്നപ്പോൾ കേട്ടത് അതിലും ഭീകരമാകുന്ന വാർത്തയായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വക്കീലുമാർക്ക് ഒരുപാട് ഫയലുകളിൽ ഒപ്പിട്ട് കൊടുത്തിരുന്നു, ഒരുപാട് പേപ്പറുകളിൽ ഒപ്പിട്ട് കൊടുത്തിരുന്നു. ആ ഫയലുകളിൽ വിമാന കമ്പനിയും വക്കീലുമാരും തമ്മിലുള്ള ഒരു ധാരണയിൽ കേസ് ഒത്തുതീർപ്പാക്കി എന്ന ഒരു പേപ്പറിൽ താനറിയാതെ വക്കീലുമാർ ഒപ്പിട്ട് മേടിച്ചിരുന്നു. അതുമായി കോടതിയിൽ സബ്മിറ്റ് ചെയ്യുകയും അങ്ങനെ 4 ലക്ഷം രൂപയിൽ ഈ പ്രശ്നം അല്ലെങ്കിൽ ഈ വിഷയം അവിടെ ഒത്തുതീർപ്പാക്കുകയും ചെയ്തു എന്ന് കോടതി വിധി വരികയും ചെയ്തു. അങ്ങനെ കേട്ട വാർത്ത വീണ്ടും തന്റെ മനസ്സിനെ തകർക്കുന്നതായിരുന്നുവെങ്കിലും കോടതി വിധിയെ അംഗീകരിച്ചുകൊണ്ട് ആ 4 ലക്ഷം രൂപയിൽ 2 ലക്ഷം രൂപ വക്കീൽ ഫീസായും ബാക്കി 2 ലക്ഷം രൂപ തന്റെ മകന്റെ വിലയുമായി താൻ വാങ്ങേണ്ടി വന്ന ഒരവസ്ഥ. ഒടുവിൽ തളർന്നുപോയില്ല. വീണ്ടും ആ പട്ടാളക്കാരൻ കേസുമായി മുൻപോട്ട് പോകുവാൻ തീരുമാനിച്ചുവെങ്കിലും വാർദ്ധക്യ സഹജമാകുന്ന അസുഖങ്ങളും തന്റെ സഹധർമ്മിണിയുടെ അവസ്ഥയും മകന്റെ മരണവും തന്റെ മനസ്സിനെ കളഞ്ഞതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ തകർന്നു പോയിരിക്കുന്ന ഒരു വൃദ്ധനെയാണ് നമ്മൾ കാണുന്നത്. ഇന്നും ആലപ്പുഴയിൽ കണ്ണീരൊപ്പിക്കൊണ്ട് തന്റെ മകന്റെ വേർപാടും അതുമൂലം തന്റെ സഹധർമ്മിണിക്ക് സംഭവിച്ച അപകടവും താൻ വിശ്വസിച്ചിരുന്ന തന്റെ വക്കീലമാർ തന്നെ വീണ്ടും ചതിച്ചിരിക്കുന്നു എന്ന വാർത്തയും ഏതൊരു മനുഷ്യനെയും വീണ്ടും തകർത്തുകൊണ്ടിരിക്കും. ഇതാണ് ചതിയുടെ ഒരു വലിയ കഥയെന്ന് പറയുന്നത്. തന്റെ മകന്റെ മരണത്തിൽ പോലും ചതിയും വഞ്ചനയും കുത്തിനിറച്ച ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ പെട്ടുപോയ വൃദ്ധനായ മനുഷ്യൻ ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ് സത്യം. തനിക്ക് ഇനി ആരാണ് ആശ്രയം, തങ്ങളുടെ ജീവിതത്തിൽ ഇനി എന്താണ് ലക്ഷ്യമെന്ന് പോലും അറിയാതെ
കണ്ണുനീരോടെ കൂടി ജീവിക്കുന്നത് തന്റെ സഹധർമ്മിണിക്ക് വേണ്ടി മാത്രമായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒന്നോർക്കുക, മലയാളികളായി നമ്മൾ ഒന്നോർക്കുക, നമുക്ക് അപകടങ്ങളും അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോഴും നമ്മളെ സഹായിക്കുവാൻ വേണ്ടി കൂടെ കൂടുന്നവരെ പോലും ഇടം കണ്ടിട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. വീണ്ടും നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുന്ന ചതിക്കുഴികൾ ഒരു മലയാളികൾക്കും ഉണ്ടാകാൻ പാടില്ല. ഒരു ജോയിയുമ്മനും ഇനി ഇതുപോലെ ചതിക്കുഴിയിൽ പെട്ടുപോകുവാൻ നമ്മൾ അനുവദിച്ചുകൂടാ. അതുകൊണ്ട് ചതികൾ മനുഷ്യ സഹജമാണെങ്കിലും അത് ജീവിതത്തിൽ തകർന്നു നിൽക്കുന്നവരെ വീണ്ടും ചതിക്കുമ്പോൾ അത് ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായിരിക്കുമെന്നതാണ് ആ പത്രത്തിലൂടെ എനിക്ക് ലഭിച്ച സന്ദേശം. ആ പത്രത്തിന്റെ മുഴുവനായി വായിച്ചപ്പോൾ എന്റെ ചങ്ക് തകർന്നുപോയി. കാരണം ചതിയും വഞ്ചനയും ഓരോരുത്തരെയും എത്രത്തോളം പടുകുഴിയിലേക്ക് തള്ളിയിടുന്നു എന്നുള്ളതും ഇത് ഒരു ഉദാഹരണമായി മാറിയിരിക്കുകയാണ്.